പെരുന്നാളിനോ പാർട്ടികൾക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ചൈന ഗ്രാസോ ജലറ്റിനോ ഒന്നും തന്നെ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമില്ല, കോൺഫ്ലോറും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മൊത്തത്തിൽ ഇതിലേക്ക് 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഒരു 1.25 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു 1/4 കപ്പ് പാലിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ നന്നായിട്ട് ചൂടായി വന്നിട്ടുള്ള ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഒന്നങ്ങ് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഒരുപാട് തിക്കായിട്ടുള്ള ഒരു കസ്റ്റാർഡ് അല്ല കേട്ടോ നമുക്ക് വേണ്ടത്. ഈ ഒരു 1.5 കപ്പ് പാലിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, അതൊരു പാകം തന്നെയാണ് കേട്ടോ. ആ ഒരു കണക്കിൽ തന്നെ എടുത്താൽ മതി. എന്നാലുള്ള നമുക്ക് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടുള്ളൂ. വാനില കസ്റ്റാർഡാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് അവിടെ മാറ്റി വെക്കാം. ഞാനിവിടെ കുറച്ച് പിസ്താഷ്യോ എടുത്തിട്ടുണ്ട്. ഒരു 1/3 കപ്പ് പിസ്താഷ്യോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഏത് ഡിഷിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു അളവിന് ഉള്ളതാണ് കേട്ടോ ചെയ്യേണ്ടത്. ഞാൻ ചെറിയൊരു ഡിഷിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പിസ്താഷ്യോ ആദ്യം മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുത്തു. എന്നിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു അളവില്ല, അത് നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ളത് എടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് മധുരം നോക്കിയിട്ട്, ഈ ഒരു ക്രീമിൻ്റെ മധുരം നോക്കിയിട്ട് അതിനാവശ്യത്തിനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് അടിച്ചെടുത്താൽ നമുക്ക് ഇതുപോലെ നല്ലൊരു പിസ്താഷ്യൂ പേസ്റ്റ് കിട്ടും കേട്ടോ, ഒരു ക്രീമായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്, അത് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ബ്രൗൺ കളറിലുള്ള ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യുന്ന പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏത് ഡിഷിലാണോ സെറ്റ് ചെയ്യുന്നത് ഇതുപോലെ ബ്രെഡ് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ റൗണ്ട് ആയതുകൊണ്ട് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ആ ഒരു ഗ്യാപ്പൊക്കെ നമ്മൾ ബ്രെഡിൻ്റെ പീസ് വെച്ചിട്ടാണ് കേട്ടോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഇത് ബ്രെഡ് കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടെ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്കിത് ഗ്യാപ്പൊന്നും ഇല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പീസാക്കിയിട്ടൊന്ന് അങ്ങ് ബ്രെഡ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ആ ഒരു കസ്റ്റാർഡ് ഉണ്ടല്ലോ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ വേണം കേട്ടോ, എന്നാലുള്ള നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ല ടൈറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ കസ്റ്റാർഡ് ഈ ഒരു ബ്രെഡിലേക്ക് ഇറങ്ങില്ല. കസ്റ്റാർഡ് ബ്രെഡിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇത്രയും ലൂസായിട്ട് ചെയ്തത്. അപ്പോഴേ ഉള്ളൂ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുക, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ കസ്റ്റാർഡ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത് കറക്റ്റാണ് കേട്ടോ ഈ ഒരു അളവ് കസ്റ്റാർഡിൻ്റെ. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പിസ്താഷ്യോയുടെ ഒരു ക്രീം ഉണ്ടല്ലോ അതാണ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആവശ്യത്തിന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള പിസ്താഷ്യം കൂടെ ഒന്ന് വെതറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ലെയർ നമ്മൾ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യുക. ബ്രെഡിൻ്റെ പീസുകളൊക്കെ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും പിസ്താഷ്യോയുടെ ഒരു ക്രീമും കൂടെ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പിസ്താഷ്യോയുടെ ക്രീമിൽ കുറച്ച് ഗ്രീൻ കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് അങ്ങ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്യുന്നത് ഒരിക്കലും നിർബന്ധമല്ല, ഇത് ഞാൻ ഫോട്ടോക്കൊക്കെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ കളറൊന്നും താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്താൽ മതി. പിന്നെ സൈഡിലായിട്ട് കുറച്ച് പിസ്താഷ്യോ ചോപ്പ് ചെയ്തും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് നമുക്കിത് ഇഷ്ടമുള്ള പോലെ ഇതുപോലെ എടുത്തിട്ട് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അതിലിട്ട് അലിഞ്ഞു പോകുന്നൊരു പുഡിങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഒരു കസ്റ്റാർഡ് ഒക്കെ ബ്രെഡിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ബ്രെഡിൻ്റെ ടേസ്റ്റൊന്നും നമുക്ക് കിട്ടില്ല. ആ ഒരു കസ്റ്റാർഡും ആ ഒരു പിസ്താഷ്യം കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു ടേസ്റ്റ് നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്